ഈ വിലക്കയറ്റത്തെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കോഴിക്കോട് പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് അനീഷ് ദേവസിയും തൃശൂർ ശക്തൻ മാർക്കറ്റിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനും ജനങ്ങളുടെ പ്രതികരണം നമ്മെ അറിയിക്കാനുണ്ട്. ആദ്യം അനീഷ് ദേവസിയിലേക്ക്. കോഴിക്കോട് നിന്ന് അനീഷ് ദേവസി എന്തൊക്കെയാണ് അവിടെ ജനങ്ങൾ പറയുന്നത് എന്നത് സംബന്ധിച്ച ഒരു പ്രതികരണം നോക്കുമല്ലോ. അനീഷ്. ദിലീപ്കുമാർ, കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 4 തവണയായി 8 രൂപയാണ് ഇന്ധനവില വർദ്ധിച്ചിരിക്കുന്നത്. ഈ അടിക്കടെ ഉണ്ടാകുന്ന ഇന്ധനവില വർധനവ് സാധാരണ പോക്കറ്റ് കാലിയാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ ഒരു പമ്പിലാണ്. ഇവിടെ നിരവധി ആളുകൾ ഇന്ധനം നിറയ്ക്കാനായി എത്തിയിട്ടുണ്ട്. ഈ അടിക്കടെ ഉണ്ടാകുന്ന ഈ ഇന്ധനവില വർധനയിൽ ഈ ആളുകളുടെ ഒരു പ്രതികരണം എന്താണെന്ന് നമുക്ക് ചെയ്യണം. ചേട്ടാ, കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 8 രൂപയാണ് ഇന്ധനവില വർദ്ധിച്ചിരിക്കുന്നത്. നിങ്ങളെ കൊണ്ട് ഇത് താങ്ങാൻ കഴിയുന്നുണ്ടോ? താങ്ങാൻ പറ്റില്ലല്ലോ, ജീവിച്ചാലേ പറ്റുള്ളൂ. അപ്പം ഗവൺമെൻറ് ഇത് കുറയ്ക്കാന്നുള്ളതിന് വകുപ്പുള്ളൂ. അപ്പോൾ മാക്സിമം ഗവൺമെൻറ് സഹകരിച്ച് കുറയ്ക്കുക, ജീവിതഭാരം കുറയ്ക്കുക, അത്ര അതാണ് നല്ലത്. വിജി, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 8 രൂപയാണ് ഇന്ധനവില വർദ്ധിച്ചിരിക്കുന്നത്. നിങ്ങളെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ശമ്പളം പമ്പി കൊടുക്കേണ്ടി വരുമോ? ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, ഇപ്പം MSc ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ്. വില കുറയ്ക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അതെ അതെ. നമുക്ക് മറ്റൊരാളുകളുടെ അഭിപ്രായം ചോദിക്കാം. ചേട്ടാ, കഴിഞ്ഞ 2 ആഴ്ചയായി 8 രൂപയാണ് ഇന്ധനവില വർദ്ധിച്ചിരിക്കുന്നത്. നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നുണ്ടോ ഈ വില വർധന? എന്ത് ചെയ്യാൻ, നമുക്ക് അടിക്കണ്ടേ, ഓടേണ്ട ആവശ്യമില്ലേ, അപ്പം അതിനെ കൊണ്ട് അടിച്ചു പോകണം. ദിലീപ്, അങ്ങനെയാണ് എല്ലാവരും വലിയ ആശങ്കയിലാണ്. ഈ ഇന്ധനവില വർധനവ് കൂടുന്നത് ഇത് പെട്രോളിനോ ഡീസലിനോ മാത്രം ഒരു വില വർധനവല്ല. ഇത് വരും ദിവസങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ഇതിന് ക്രമാതീതമായി വർദ്ധിക്കും. ഏതായാലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതിനൊരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ മാത്രമേ ഈ സാധാരണക്കാരനെ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഒരു ജീവിതം വലിയ ദുസ്സഹമായി മാറും. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.